അല്ലാതെ RSS ഈ രാജ്യത്തിലെ ഏത് മുസ്ലിങ്ങളെ കൊല്ലാനാണ് ഇറങ്ങിയിട്ടുള്ളത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ വാഹിദ് അല്ല അടിസ്ഥാനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. RSS ഈ രാജ്യത്തിൽ ഏത് മുസ്ലിങ്ങളെ കൊല്ലാനാണ് ഇറങ്ങിയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞല്ലോ ഏതൊരു പള്ളി തകർത്ത്. ഏത് പള്ളിയാണ് RSS തകർത്തിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ പ്രിന്റു മഹാദേവ് RSS മെമ്പർഷിപ്പ് ഇല്ലാത്ത സംഘടനയാണ്. ഇപ്പൊ നോക്കൂ, പ്രിന്റു RSS കാരനാണെന്ന് വിചാരിക്കുക. പ്രിന്റു ഒരു ക്രൈം ചെയ്താൽ ഞങ്ങളിൽപ്പെട്ട ആളല്ലെന്ന് RSS പ്രഖ്യാപിക്കാം. ആർക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതിന് മെമ്പർഷിപ്പ് ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് RSS കാരനാണെന്ന് ചോദിച്ചാൽ കോമഡി ആയിരിക്കും. മനസ്സിലാക്കുക. നൗഷാദ് റാവത്ത് സാർ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ RSSനൊക്കെ കുറ്റം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ RSSന്റെ ശാഖ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് RSSനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം RSSന്റെ ശാഖയിൽ വന്ന് ഞങ്ങൾ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നൗഷാദ് സാർ, ഞാൻ നിങ്ങൾ RSSന്റെ ശാഖയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അവിടെ വന്ന് കണ്ടിട്ട് RSS ശാഖ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലാനായിട്ട് ആയുധമെടുത്ത് വരുന്നവരാണെന്ന്. സാർ, നിങ്ങൾ ഈ അടിസ്ഥാനരഹിതമായിട്ട് യുവാബോഹങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഈ പ്രചരണായുധങ്ങളിൽ നിൽക്കാതെ RSS എന്ന് പറഞ്ഞ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുത്തെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ രാജ്യം അനുഭവിക്കുന്ന ഒരു സംഗതിയെ ഞാൻ ഈ ശാഖയിൽ വന്ന് പഠിക്കണോ പ്രിന്റു? ആളുകൾക്കറിയാം RSS എന്താണെന്ന്. 100 വർഷം കൊണ്ട് അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സംസാരത്തിലും ഈ സമ്പത്തിന്റെ സംസാരത്തിലും ഞങ്ങൾ എന്താ അങ്ങനെ പറയില്ല സാർ. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആളുകൾക്കിടയിൽ ഈ വിഷലിപ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കല്ലേ. കാരണം നിങ്ങൾ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഏത് സമയത്തും ഈ RSS മുസ്ലിങ്ങളെ കൊല്ലാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അതൊന്നുമില്ല സാർ. ഞങ്ങളുടേതായിട്ട് 100-ാം വർഷത്തിലേക്ക് പോവുകയാണ്. 2020 വരുന്ന സമയത്ത് ഞങ്ങൾ പൂർത്തീകരിച്ച് 100 വർഷം കൊണ്ട് ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ പരംവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. RSS ഡിവിസീവ് പൊളിറ്റിക്സ് അല്ലാതെ വേറെ എന്താണ് മനസ്സിലാവുന്നത്? എന്താണ് എനിക്ക് ഈ സേവനവാരം, കുടിവെള്ള വിതരണം, എന്താണ് RSSന്റെ പരിപാടി? എന്താണ്? ഉണ്ടല്ലോ സാർ, നോക്കൂ സാർ, 65,000 വിദ്യാലയങ്ങൾ ആദിവാസി വനവാസി മേഖലയിൽ നടത്തുന്ന പ്രസ്ഥാനമാണ് RSS. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സേവാഭാരതി അത് RSSന്റെ സംഘടനയാണ് സാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആദിവാസി വനവാസി വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന വനവാസി കല്യാൺ യോജന RSSൻ്റെതാണ് സാർ. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഏകൽ വിദ്യാലയങ്ങൾ RSSൻ്റെതാണ് സാർ. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വാളെടുത്തിട്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാനുള്ള ഒരു സായുധ സംഘടനയാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘടനയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. RSSകാർ രാജ്യത്തെമ്പാടും പ്രകടനം നടത്തുമ്പോൾ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നത്? RSSകാർ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ പള്ളികളുടെ മുമ്പിൽ പോയിട്ട് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത്, ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നത് എന്തിനാണ്? അവർ RSSകാരായിരിക്കില്ലല്ലോ അല്ലേ? മെമ്പർഷിപ്പ് ഏത് RSSന്റെ ഞാൻ പറയട്ടെ, ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഞാൻ നൗഷാദ് സാറെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും പ്രദേശത്ത് RSSകാർ, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് കോടതിയിൽ തെളിയിക്കാൻ ആർക്കും പറ്റില്ല. ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് RSS ആണോ ചോദിച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSSകാർ ചെയ്തു എന്ന പേരിൽ FIR ഉള്ള എന്തുമാത്രം കേസുണ്ട് കേരളത്തിൽ? കൊലപാതകത്തിൽ RSSകാരായ ആളുകൾ വൈരാഗ്യം കൊണ്ട് ചെയ്ത കൊലപാതകം എന്ന് പറയുന്നത് എത്ര FIR?